നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഡോക്ടർ ഇഷിതയുടെ സംരക്ഷണയിലായിരുന്നു വിക്രം 2 ദിവസം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ താൻ തന്റെ വീട്ടിലേക്ക് വിക്രത്തെ കൊണ്ടുപോയിക്കൊള്ളാന്ന് വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 ദിവസം വേദയും വിക്രവും കൂടുതൽ അടുക്കുവാണ്. വേദ വിക്രത്തിനെ കാണാൻ വന്നു. അത് മാത്രമല്ല, രാത്രിയിലാണെങ്കിലോ കുറെ സമയം ഫോണിൽ സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ കൂടുതൽ അടുപ്പായി. നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവരുടെ ഉള്ളിൽ അവരുടെ പ്രണയം അത് ഒരിക്കലും പിരിയാനാവാത്ത വിധം ഒന്നായിരുന്നത്. ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും പരസ്പരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരാളെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. വിക്രത്തിനൊരു പോറല് പോലും സംഭവിച്ച വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ വേദ വിക്രത്തെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടത്തുന്നുണ്ട്. ദീപ്തിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീപ്തിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? അന്ന് രാത്രി വിക്രത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് വിളിച്ചു പറയുന്നുണ്ട് ഡോക്ടർ ഇഷിതയോട്. അങ്ങനെ ഡോക്ടർ ഇഷിതയോട് അവിടെ വരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേദയ്ക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ രാത്രിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സംശയിക്കും. അതുകൊണ്ടാണ് ഇഷിതയോട് കൊണ്ടുവരാനായിട്ട് പറയുന്നത്. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങിയെന്ന് അറിഞ്ഞ സമയത്ത് വേദ എന്ത് ചെയ്തു? ഇഷിതയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പിന്നീട് ഡോക്ടർ ഇഷിത വിക്രത്തിനെയും കൊണ്ട് വേദയുടെ വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. പുറത്ത് കാർ നിർത്തി. ആ സമയത്ത് വേദ ഇറങ്ങിച്ചെന്ന് വിക്രത്തിനെ താങ്ങി പിടിച്ച് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരികയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, വേദ ഇത് വേണോ? റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പം ഈ കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. പക്ഷെ വേദയ്ക്കോ യാതൊരു കൂസലും ഇല്ലായിരുന്നു. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. തന്റെ വീട്ടിൽ ആരും വന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. വിക്രത്തിനെ താനിവിടെ ഒളിപ്പിക്കുന്ന ആർക്കും ഒരു ചിന്ത പോലും ഉണ്ടാവത്തില്ല. ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ടാണ് വിക്രത്തെയും കൊണ്ട് വേദ തന്റെ മുറിയിലേക്ക് വരുന്നത്. അങ്ങനെ മുറിയിലേക്ക് വന്നിട്ട് വിക്രത്തോട് ഇവിടെ കിടന്നോളാൻ പറയാം. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, അപ്പം നീയോ? ഞാൻ തറയെ കിടന്നോളാം, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അല്ല, ആരെങ്കിലും മുറിയിലേക്ക് കയറി വന്നാലോ? അങ്ങനെ കഥയെ മുട്ടാതെ ആരും വരത്തൊന്നുമില്ല. ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വിക്രം ധൈര്യമായിട്ട് കിടന്നോളാൻ പറഞ്ഞു. വിക്രത്തിന് പേടിയുണ്ടായിരുന്നു. പക്ഷെ വേദ അത് കൂട്ടാക്കില്ല. കാലൊക്കെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. വിക്രം വേറെ എവിടെ പോയാലും വിക്രത്തിന് ഇതൊന്നും പറ്റില്ല. അങ്ങനെ വിക്രത്തോട് അവിടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട് വേദ എന്ത് ചെയ്തു? തലയിൽ ഷീറ്റും വിരിച്ച് തറയിൽ കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, വേണ്ട ഇവിടെ കിടന്നോളാൻ പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എനിക്കിതൊക്കെ നല്ല ശീലമായി. ആദ്യമായിട്ടല്ലല്ലോ, ഞാൻ അവിടെ വന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രത്തിന് ചെറിയ സങ്കടമൊക്കെ ആയി. പിന്നീട് വേദ പറഞ്ഞത്, ഉറക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേൾക്കും, അതുകൊണ്ട് പതുക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കുറച്ച് സമയം വിക്രത്തിന്റെ മുഖത്തേക്ക് തന്നെ വേദ നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം ചോദിച്ചു, അല്ല നീ എന്തിനാ എന്നെ രക്ഷിക്കണേന്ന് ചോദിക്കുകയാണ്. നീയല്ലേ പറഞ്ഞത് എന്നെ വേണ്ട, ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോവാന്ന്. എന്നിട്ട് പിന്നെ നീ എന്തിനാ രക്ഷിക്കണേന്ന് ചോദിച്ചു. അതിന് വേദ മറുപടി ഒന്നും പറഞ്ഞില്ല. വിക്രത്തിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ്. വിക്രത്തിന് അറിയാം വേദയ്ക്ക് തന്നെ ഇഷ്ടമെന്ന്. എങ്കിലും അവളുടെ നാവിൽ നിന്ന് അത് കേൾക്കാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കണമല്ലോ. വേദ എന്ത് ചെയ്തു? ആരും കാണാതെ വിക്രത്തിന് ആഹാരമൊക്കെ മുറിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എങ്ങാനും പിടിക്കപ്പെട്ടാൽ തീർന്നു. പിന്നീട് വിക്രത്തിന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക. വളരെ സൂക്ഷ്മതയോടെയാണ് വേദ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ വിക്രം ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് വേദയെ നോക്കുന്നത്. കാരണം ഇവിടെ തനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം ത്യാഗം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വിക്രത്തിന് അറിയായിരുന്നു. ആ സമയത്ത് ശ്രീകാന്തിനാണെങ്കിലോ ഒരു വിവരം കിട്ടിയിട്ടില്ല വിക്രത്തെക്കുറിച്ച്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വേദയെ നിരീക്ഷിക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല വേദ കണ്ടിട്ട്. വേദ അങ്ങനെ പുറത്തു പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇനി എവിടെയായിരിക്കും വിക്രം? അങ്ങനെ ചന്ദ്രശേഖരനെ പോയി കാണുവാണ്. ചന്ദ്രശേഖരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവളെ നിരീക്ഷിക്കോ. ഒന്നെങ്കിൽ അവൾക്ക് ഏതെങ്കിലും ഫോൺ കോളോ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും അവളിന്ന് പിടിവിടില്ല. കാരണം അവളാണ് നമ്മുടെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട്. അവൾക്കറിയാം വിക്രം എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതിന് അവളിപ്പോൾ പുറത്തു പോലും പോകുന്നില്ലോ. വിക്രത്തിനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവള് അന്വേഷിക്കാൻ പോകണ്ടല്ലേന്ന് ചോദിച്ചു. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വിക്രം എന്ന് ചന്ദ്രശേഖരൻ പറയണം. നോക്ക്, 2 ദിവസം കൂടെ കഴിയട്ടെ, നമുക്ക് എന്തേലും വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാമെന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് പുളിക്കിന് എവിടെയുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ ശ്രീനിവാസന് കിട്ടുന്നുണ്ട്. ഒടുവില് പുളിക്കിനെ പിടികൂടുവാണ് രാജേട്ടനും ഒക്കെ കൂടി ചേർന്നിട്ട്. അങ്ങനെ പുളിക്കിനെ പിടികൂടി കൈകാര്യം ചെയ്യുവാണ്. കൈകാര്യം ചെയ്യുന്ന സമയത്ത്
പുളിക്കൻ ആദ്യം പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയണം. ഒടുവിൽ പുളിക്കൻ പറഞ്ഞു അതെ ശ്രീകാന്ത് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞു. ആരാണ് അവനെ വരുണിനെ കൊന്നേന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ശ്രീകാന്തിനോടൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വിവരം അറിയത്തുള്ളൂ എന്ന് പറയണം. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം. അങ്ങനെ പുളിക്കനെ പഞ്ഞിക്കിട്ടു. ഒടുവിൽ ശ്രീനിവാസന്റെ അടുത്ത് എത്തിക്കുന്നുണ്ട്. ശ്രീനിവാസന് ആ കാര്യങ്ങളൊക്കെ അറിയണം. പുളിക്കൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണം. ശ്രീനിവാസന് മനസ്സിലായി മനഃപൂർവ്വം ഇതൊരു ട്രാപ്പായിരുന്നു, വിക്രത്തിനെ കൊടുക്കാനുള്ള ട്രാപ്പ്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, പുളിക്കനെ ഇടിച്ച് പഞ്ഞിക്കിടുന്നുണ്ട്. പക്ഷേങ്കിൽ വിക്രത്തിനെ വിളിക്കാനായിട്ട് വിക്രത്തിന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. വിക്രത്തിന് ഫോൺ എല്ലാം സ്വിച്ച് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പം ജോസഫിന് അറിയാം വേദയുടെ കൂടെ വിക്രം ഉണ്ടെന്ന്. പക്ഷേങ്കിൽ മറ്റുള്ള ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോസഫിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശ്രീകാന്താണ് ഇതിൽ പിന്നിൽ നിന്ന് വേദ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വേദയുടെ നീക്കം. പക്ഷെ വേദയ്ക്ക് ഇത് മുമ്പേ അറിയാന്നുള്ള കാര്യം ജോസഫിനോട്ട് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ വിക്രം വേദയുടെ അടുത്ത് സേഫ് ആണെന്നുള്ള കാര്യം ജോസഫിന് അറിയാം. എത്രയൊക്കെയെന്ന് പറഞ്ഞാലും ആ കൃത്യസമയത്ത് തന്നെ വേദ വിക്രത്തെ രക്ഷിക്കാൻ വന്നല്ലോ. അതിനേക്കാളുപരി അന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന സമയത്തും ജോസഫ് ശ്രദ്ധിച്ചാണ്. വിക്രത്തിന് അവിടെ അത്രമാത്രം വേദയ്ക്ക് ഇഷ്ടമുണ്ടെന്നറിയാം. ഒരു കാരണവശാലും വിക്രത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും അറിയാം. അതേ സമയത്ത് ശ്രീജ വേദയെ വിളിച്ച കാര്യങ്ങൾ പറയുന്നത് അമ്മ ഹോസ്പിറ്റലാന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ടെൻഷനായി. വേദ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. വിക്രത്തോട് പറഞ്ഞില്ല. വിക്രത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം ചിലപ്പോൾ അവിടേക്ക് പോകും, അത് പ്രശ്നമാവെന്നറിയാം. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോൾ പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടായതാണ്. ആ ടെൻഷൻ കയറിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെയാണ്. ശ്രീജ പറഞ്ഞു ഇപ്പം പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. പക്ഷെ വിക്രത്തെക്കുറിച്ചുള്ള ചിന്തകളാ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, വിക്രത്തിനൊരു ആപത്തും വരത്തില്ല, വാസവന് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. പക്ഷേങ്കിൽ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു വേദയ്ക്ക്. ഒടുവിൽ വേദ വീട്ടിലേക്ക് വരുന്നുണ്ട്. വേദ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിക്രം വേദയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വേദ പറഞ്ഞ് ഞാൻ പുറത്തു പോയതാന്ന് പറയണം. പക്ഷെ വിക്രത്തോട് പറഞ്ഞില്ല കാര്യങ്ങൾ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. വിക്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേങ്കിൽ വിക്രം പിന്നീട് വീട്ടുകാരെ കുറിച്ചൊക്കെ തിരക്കുവാണ്. അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ചൊക്കെ തിരക്ക് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒടുവിൽ വേദ കാര്യം പറയുവാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പം വിക്രത്തിന് സഹിച്ചില്ല. വിക്രത്തിന് ടെൻഷനായി. തനിക്ക് തൻ്റെ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞു. ആ സമയം വേദ പറഞ്ഞേ അത് ശരിയാവത്തില്ല വിക്രം ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വശത്ത് പോലീസുകാര് മറുവശത്ത് അറിയാലോ വാസവന്റെ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ട, പോയിട്ടുണ്ടെങ്കിൽ പിടികൂടൂന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോവാണ്. വിക്രത്തിന് ടെൻഷനാണ്. തന്റെ അമ്മയെ എങ്ങനെയെങ്കിലും കാണണമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ ഒരു കാലുമേല അങ്ങനെ ഓടാൻ പോലും പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനാണല്ലോ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ശ്രീകാന്തിന് ചില സംശയങ്ങളുണ്ടായി വേദയുടെ കാര്യത്തിൽ. അങ്ങനെ ഒടുവിൽ ശ്രീകാന്ത് തന്റെ സംശയം ചന്ദ്രശേഖരനോട് പറഞ്ഞു. ചന്ദ്രശേഖരൻ പറഞ്ഞു വേദയുടെ കാര്യമായതുകൊണ്ട് അവൾ ആ വീട്ടിലെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയണം. അങ്ങനെയാണെ വീട് മൊത്തം ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാലോ. ഒടുവിൽ SI സാബുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. സാബു എന്ത് ചെയ്തു, സാബു കുറെ പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് വേദയുടെയൊക്കെ വീട്ടിലേക്ക് അങ്ങനെ വരുവാണ്. വന്നപ്പോഴത്തേന് ശങ്കരനാരായണ ഇറങ്ങിച്ച് കാര്യം തിരക്കുവാണ്. അതെ ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യം എന്താന്ന് ചോദിച്ചു. കാര്യമുണ്ട്, വിക്രസുധാരനെ കാണുന്നില്ല. അയാളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളിപ്പോൾ. ഒരു പിടികിട്ടാപ്പുള്ളി അവനെന്നറിയാലോ, അവൻ ഇവിടെ ഉണ്ടോന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശങ്കരനാരായണൻ പറഞ്ഞു ഒരിക്കലും അവനെപ്പോലെ ഒരുത്തരം ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സാറേ ഞങ്ങൾക്ക് എന്താണെങ്കിലും വീടൊന്ന് സെർച്ച് ചെയ്താൽ പറ്റുള്ളൂ, സാറിന്റെ മരുമോനല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുവാണ്, സാബുവും കൂട്ടി സെർച്ച് ചെയ്യാൻ ഇറങ്ങുവാണ്. ആ സമയത്ത് വേദം ഞെട്ടിപ്പോയി. കാരണം വിക്രം അവിടെ ഉണ്ടല്ലോ. ദൈവമേ ഇനി വിക്രത്തിന് പിടികൂടിയിട്ടുണ്ട്, എന്താ ചെയ്യുന്നത് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു വേദയുടെ മനസ്സിൽ. പിന്നീട് അവന്മാർ സെർച്ച് ചെയ്യാൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വേദയ്ക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാനും പറ്റുന്നില്ല, വല്ലാത്തൊരു വിഷമം. പക്ഷേ വിക്രം എന്ത് ചെയ്തു, അവന്മാർ വരുന്ന കാര്യം പറഞ്ഞു സംസാരം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. വിക്രം പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാൽക്കണിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ നിന്ന് ഒരു പൈപ്പ് വഴി താഴേക്ക് ആ ചെറിയ ഒരു സ്പേസിൽ അവിടെ പോയി ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ മുറികളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യണം. പക്ഷെ വിക്രത്തെ മാത്രം കണ്ടില്ല, വിക്രത്തെ കിട്ടിയതുമില്ല. അപ്പോഴാണ് വേദയ്ക്കൊരു സമാധാനമായത്. വേദ മുറി വന്ന് നോക്കും, വിക്രമില്ല. വിക്രം രക്ഷപ്പെട്ടെന്നുള്ള കാര്യം മനസ്സിലായി. ശ്രീകാന്തിന് ഭയങ്കര നിരാശയായിരുന്നു. ഇവിടെ എങ്ങും അവനില്ല, അവനെ കിട്ടിയില്ല എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ. കുറച്ച് കഴിഞ്ഞ് പോലീസുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദ അവിടെ എല്ലാം സെർച്ച് ചെയ്യുമ്പോൾ വിക്രം ആ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. വേദയ്ക്ക് മനസ്സിലായി പാവം നന്നായിട്ട് റിസ്ക് എടുത്തിട്ടുണ്ടെന്ന്. കാരണം കുറേ സമയം അവിടെ അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, ആ ചെറിയ ഗ്യാപ്പിൽ നിൽക്കാന്ന് പറഞ്ഞാൽ. ഒടുവിൽ വിക്രം വേദയോട് പറഞ്ഞു ഞാനിനി ഇവിടെ നിന്നിട്ടുള്ള നിനക്ക് പ്രശ്നമാവുന്ന. പക്ഷേ എങ്കിൽ വേദ അത് കൂട്ടാക്കില്ല. എന്ത് വന്നാലും
വിക്രത്തിനെ ഇവിടുന്ന് വിടില്ല എന്ന് തന്നെ വേദ വിചാരിച്ചു. പക്ഷെ വിക്രത്തിന്റെ മനസ്സിൽ തന്റെ അമ്മയെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, വിക്രം രണ്ടും കൽപ്പിച്ച് അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വെറുതെ എല്ലാം പറ്റില്ലോ. അങ്ങനെ ഒരു ഷോളൊക്കെ സംഘടിപ്പിച്ചേട്ടാ അത് തലവഴി ഇട്ടാണ് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ആർക്കും ഒരു സംശയം കൊടുത്തില്ല, മുഖം കൊടുത്തില്ല. ഒടുവിൽ ചെന്ന് കഴിഞ്ഞപ്പത്തിന് മാഷ് അവിടെ നിൽക്കുന്നുണ്ട്. മാഷ് വിക്രത്തിനെ കണ്ടു. പെട്ടെന്ന് മാഷ് ഓടി വന്നു. അപ്പത്തിനും വിക്രം പറഞ്ഞു, അച്ഛാ എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറയണം. എടാ മോനെ, നീ ഇത് എവിടെയാ, നിനക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു. അച്ഛാ ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അച്ഛാ, എനിക്ക് അമ്മയൊന്ന് കണ്ടേ മതിയാവുള്ളൂ പറഞ്ഞു. എടാ മോനെ അത് അങ്ങനെ ഒടുവിൽ ആരും കാണാതെ വിക്രം കമല ഒരു നോക്ക് കാണുവാണ്. വിക്രത്തിന് സമാധാനമായി. അങ്ങനെ വിക്രം കണ്ടിട്ട് തിരികെ വരുന്ന വഴിക്കാണ് SI സാബുവിനെ കാണുന്നത്. ഇവന് വീട്ടിൽ വന്ന് അവിടെ വേദയുടെ വീട്ടിൽ വന്ന് സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയ അവനല്ലേ, ഇവനിട്ടൊരു പണി കൊടുക്കണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, വിക്രം അവിടെ വെച്ച് SI സാബുവിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ SI സാബുവിനോട്ട് ഇടി കൊടുത്തു. നല്ല വിധം തന്നെ അവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി ഇടുന്നുണ്ട്. ആദ്യം അയാൾക്ക് മനസ്സിലായില്ല ആരാ എന്താന്നൊക്കെ. SI സാബുവിന് ഇതിനകത്ത് പങ്കുണ്ടെന്ന ആൾക്കാരും വിക്രത്തിന് അറിയായിരുന്നു. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് പരിപാടികൾ നടത്തിയെന്നും. ഒടുവില് അവനെ അവിടെ ചുരുട്ടി കൂട്ടിയിട്ട് വിക്രം തിരികെ പോവാണ്. അങ്ങനെ 1-2 ദിവസത്തിനുള്ളിൽ വിക്രത്തിന്റെ കാലൊക്കെ ഏകദേശം ശരിയാവാണ്. പിന്നീട് വേദ കണ്ടെത്തുന്നുണ്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണ് ഇതിന്റെ പിന്നില്. അത് മാത്രമല്ല വരുണിനെ കുത്തിയത് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ വേദ തെളിയിക്കുന്നുണ്ട്. പോരാത്തതിന് വിക്രത്തിന് സഹായം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊടുവില് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുവാണ്. അപ്പൊ പുളിക്കനുണ്ടല്ലോ, പുളിക്കൻ ശ്രീകാന്താന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് വാസവൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. വാസവൻ അറിയുവാണ് ശ്രീകാന്താണ് ഇതിന്റെ പിന്നിലെന്ന്. പിന്നെ ശ്രീകാന്തിനെ വെറുതെ വിടുവോ? അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങള് ശ്രീകാന്തിനും ചന്ദ്രശേഖരനും അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല. വേദ സത്യം കണ്ടെത്താനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.